അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കൾ നല്ലവരായി തീരുവാൻ വേണ്ടിയിട്ട്, മക്കൾ മറ്റു മോശത്തരത്തിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാം അവർക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? ശ്രദ്ധയോടെ ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെയൊക്കെ വലിയ വലിയ ആഗ്രഹമായിരിക്കും നമ്മുടെ മക്കൾ വളർന്നു വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുമെന്ന ഒരുപാട് ആശയവുമായി ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ നല്ല നിലയിലേക്ക് അല്ലാഹു നമ്മുടെ മക്കളെ വഴി നടത്തുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വീഡിയോ വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കൾ നല്ലവരായി തീരുവാനും നമുക്ക് പ്രതീക്ഷയാകുന്ന രീതിയിലേക്ക് അവർ വളർന്നു വരുവാനും വേണ്ടിയിട്ട് തുടക്കം തന്നെ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, പ്രസവിച്ച ഉടനെ ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം നാം അവരുടെ വലത് ചെവിയിൽ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. അവരുടെ വലത് ചെവിയിൽ സൂറത്തുൽ ഖദർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ വലത് ചെവിയിൽ തന്നെ ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നമ്മുടെ കൺ കുളിർമയേകുന്ന രീതിയിലേക്ക് അല്ലാഹു അവരെ വളർത്തിക്കൊണ്ടുവരട്ടെ. ഒരു തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും പോകാതെ അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഇൻഷാ അല്ലാഹ് അറിയാത്തവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, അവരെ അറിഞ്ഞുകൊള്ളട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന അമലുകളൊക്കെ പരിപൂർണമായും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.